എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പലരുടെയും മുഖം മാറാറുണ്ട്. പിന്നെ ഒരു വലിയ നോ ആയിരിക്കും ഉണ്ടാവുന്നത്. അത് മാറ്റി എങ്ങനെ മാത്സ് ഇൻട്രസ്റ്റിംഗ് ആക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഹായ്, ഐ എം ദിവ്യ. ഐ എം എ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വർക്കിംഗ് ഇൻ പ്രയത്നം. മാത്സ് നമ്മുടെ ലൈഫിൽ ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സബ്ജക്റ്റാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ കുക്കിംഗ്, ഗാർഡനിങ്, പെയിൻറ്റിങ്, മ്യൂസിക്, ഷോപ്പിംഗ്, ഡ്രൈവിംഗ് ഇതിലെല്ലാം മാത്സ് ഉണ്ട്. ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പോലും മാത്സ് ആവശ്യമാണ്. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ അത് ബുക്കിലും ബോർഡിലും മാത്രമായി ഒതുങ്ങി പോവാറാണുള്ളത്. അത് മാറ്റി എങ്ങനെ ഇൻട്രസ്റ്റിങ്ങും പ്രാക്ടിക്കലുമായി പഠിക്കാമെന്ന് നോക്കാം. ഓരോ കുട്ടികളുടെയും ലേണിംഗ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഏർലി സ്റ്റേജിൽ എല്ലാ സെൻസസും യൂസ് ചെയ്ത് അവർക്ക് കോൺസെപ്റ്റ്സ് കൊടുക്കാൻ കഴിഞ്ഞാൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓഡിറ്ററി അല്ലെങ്കിൽ വിഷ്വൽ ലേണേഴ്സിന് പിക്ചേഴ്സ്, വീഡിയോസ്, റൈംസ്, സ്റ്റോറീസിലൂടെ അവൻ്റെ ഫൗണ്ടേഷൻസ് ബിൽഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കൈനസ്തെറ്റിക് ആൻഡ് ടാക്ടൈൽ ലേണേഴ്സ് ഉണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് പഠിക്കാൻ ഇഷ്ടമല്ലാത്ത കുട്ടികളും ഉണ്ടാവും. അവർക്ക് മൂവ്മെൻറ്റ്സിലൂടെ ഗെയിംസ്, ഹൗസ് ഹോൾഡ് ഐറ്റംസ്, ഷേവിംഗ് ക്രീം, ടോയ്സ്, റിയൽ ആയിട്ടുള്ള മണി ഇതെല്ലാം വെച്ച് കോൺസെപ്റ്റ്സ് ബിൽഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മൾ ഫ്രാക്ഷൻസിൻ്റെ ബേസിക്സ് ഒരു കേക്ക് ബേക്ക് ചെയ്തായിരുന്നു പഠിക്കുന്നതെങ്കിലോ എത്ര ഇൻട്രസ്റ്റിംഗ് ആയനെ. എങ്ങനെ ചെയ്താൽ കുട്ടികൾ വലിയ ക്ലാസ്സുകളിൽ പോകുമ്പോൾ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഈസി ആയിരിക്കും. റെഗുലർ പ്രാക്ടീസും കൂടെ ആയാൽ അവർ മാത്സിൽ എക്സ്പേർട്സ് ആകും. പിന്നെ അവരുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് മാത്സ് ആയിരിക്കും. നിങ്ങളുടെ കുട്ടികൾക്ക് അവരുടെ ലേണിംഗ് സ്റ്റൈൽ അനുസരിച്ച് മാത്സ് ഇൻട്രസ്റ്റിംഗ് ആയി പഠിപ്പിക്കുക. താങ്ക് യു.